വെറും 7 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്ലാനിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. കേൾക്കുമ്പോൾ ഒരു അതിശയോക്തിയൊക്കെ തോന്നുന്നുണ്ടല്ലേ? പക്ഷെ നമുക്ക് നോക്കാം ഇതിലെന്താണ് കാര്യമെന്ന്. നോക്കൂ, ഇതൊരു 7 ദിവസം ചെയ്താൽ മതി. നിങ്ങളെ പിന്നെ ആർക്കും തിരിച്ചറിയാൻ പോലും പറ്റില്ല. ഈ വിശകലനത്തിന്റെ ഉറവിടം തുടങ്ങുന്നത് തന്നെ ഇത്രയും പവർഫുള്ളായൊരു വാഗ്ദാനം തന്നുകൊണ്ടാണ്. ഇത് വെറുതെ ഒരു മോട്ടിവേഷനല്ല, ശരിക്കും ഒരു ചലഞ്ചാണ്. പക്ഷേ ശരിക്കും ഇങ്ങനൊരു മാറ്റം കൊണ്ടുവരാൻ എന്തൊക്കെ വേണം? നമ്മൾ എന്താണ് മാറ്റേണ്ടത്? അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. നമ്മുടെ ജീവിതത്തിലെ ആ ഒരു ചിട്ടയില്ലാത്ത അവസ്ഥയെ, ആ ഒരു കെയോസിനെ എങ്ങനെ മെരുക്കാമെന്നതിലാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാൻ പോകുന്നത്. നമ്മുടെയൊക്കെ ഇന്നത്തെ ജീവിതമെന്ന് പറയുന്നത് ഈ രണ്ടെണ്ണവും തമ്മിലുള്ള ഒരു പോരാട്ടം പോലെയാണ്. ഒന്നുകിൽ കെയോസ്, അതായത് കാര്യങ്ങൾ സംഭവിക്കുന്നതിനനുസരിച്ച് പ്രതികരിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ഡിസൈൻ, അതായത് നമ്മുടെ ജീവിതം നമ്മൾ തന്നെ ഒരു ലക്ഷ്യത്തോടെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിലേക്കുള്ള ആദ്യത്തെ നിയമം ദ നൈറ്റ് സ്ട്രാറ്റജി അഥവാ രാത്രിയിലെ തന്ത്രം. സിമ്പിളാണ്. അടുത്ത ദിവസത്തേക്കുള്ള ഒരു പ്ലാൻ ഇല്ലാതെ ഒരിക്കലും ഉറങ്ങാൻ പോകരുത്. കാരണം എന്താണെന്നോ? നിങ്ങൾ നിങ്ങളുടെ ദിവസം പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ ആ ചിട്ടയില്ലായ്മ, ആ കെയോസ് നിങ്ങൾക്കായി അത് പ്ലാൻ ചെയ്യും. അതും നിങ്ങൾക്കിഷ്ടമില്ലാത്ത രീതിയിൽ. നമ്മളെ ദിവസത്തിലെ ആദ്യത്തെ 1 മണിക്കൂർ അത് ഭയങ്കര നിർണായകമാണ്. ആ 1 മണിക്കൂറാണ് അന്നത്തെ ദിവസത്തിന്റെ മൊത്തം ഒരു ടോൺ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെന്താ ചെയ്യാറ്? എഴുന്നേറ്റ ഉടനെ ഫോൺ എടുക്കും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് ആ വിലപ്പെട്ട സമയം നമ്മൾ നിറയ്ക്കും. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ളതാണ് രണ്ടാമത്തെ നിയമം, ഡിജിറ്റൽ ഫാസ്റ്റ് അഥവാ ഡിജിറ്റൽ ഉപവാസം. രാവിലെ എഴുന്നേറ്റുടൻ ആദ്യത്തെ 1 മണിക്കൂർ ഫോൺ തൊടുകയേ ചെയ്യരുത്. ഇത് നിങ്ങളുടെ തലച്ചോറിനൊരു ഫ്രഷ് സ്റ്റാർട്ട് കൊടുക്കും, നല്ലൊരു ക്ലാരിറ്റി കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വെറും കുറച്ച് മിനിറ്റല്ല, കൃത്യം 1 മണിക്കൂറാണ്. ഒരു കോംപ്രമൈസുമില്ല. ഈ സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 നിയമങ്ങൾ നമ്മുടെ ദിവസത്തെ ചിട്ടപ്പെടുത്താനുള്ളതായിരുന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എങ്ങനെ മാസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. ശക്തമായ ഒരു മനസ്സിന് ദുർബലമായൊരു ശരീരത്തിൽ ജീവിക്കാൻ കഴിയില്ല. ഇതെത്ര സത്യമാണല്ലേ? നമ്മുടെ മാനസിക ശക്തിയും ശാരീരിക ആരോഗ്യവും എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഈയൊരു വാചകം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും വേണ്ടി 3 കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യണം. 1 സ്വെറ്റ്, അതായത് വിയർക്കുക. ഇതിനെ ഒരു ഫിസിക്കൽ ടാക്സ് ആയിട്ട് കാണാം. 2 ഫ്യൂവൽ, രുചിക്കപ്പുറം ശരീരത്തിന് ഇന്ധനം നൽകുന്നവ കഴിക്കുക. 3 റീഡ്, അതായത് നമ്മുടെ തലച്ചോറിലേക്ക് എന്ത് ഇൻപുട്ടാണ് കൊടുക്കുന്നത് എന്ന് നിയന്ത്രിക്കുക. ഈ രുചിയേക്കാൾ ഇന്ധനം എന്ന നിയമം വളരെ ലളിതമാണ്. ഒരു ഫാക്ടറിയിലുണ്ടാക്കുന്ന ഭക്ഷണം വിഷമാണ്. എന്നാൽ പ്രകൃതിയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന്റെ ഇന്ധനമാണ്. തിരഞ്ഞെടുപ്പ് നമ്മുടെ കയ്യിലാണ്. നമ്മൾ എന്ത് കഴിക്കുന്നുവോ അതാണ് നമ്മൾ, അല്ലേ? ഇത് ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും ഒരുപോലെ ബാധകമാണ്. വെറുതെ സോഷ്യൽ മീഡിയയിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും നെഗറ്റിവിറ്റിയും കണ്ട് മനസ്സിന് വേസ്റ്റ് കൊടുക്കുന്നത് നിർത്തണം. അതിനു പകരം നല്ലൊരു പുസ്തകത്തിലെ വെറും 10 പേജുകൾ, ദിവസവും വെറും 10 പേജുകൾ വായിക്കുക. അത് മതി നിങ്ങളുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും പോസിറ്റീവായിട്ട് രൂപപ്പെടുത്താൻ. ശരി, അപ്പോൾ നമ്മൾ നമ്മുടെ ദിവസം പ്ലാൻ ചെയ്തു, ശരീരവും മനസ്സും ശ്രദ്ധിച്ചു. ഇനി അവസാനത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായൊരു കാര്യമുണ്ട്, നമ്മുടെ റിക്കവറി. അതിനെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് നോക്കാം. 6ാമത്തെ നിയമം ഇതാണ്, റാഡിക്കൽ സൈലൻസ് അഥവാ സമ്പൂർണ്ണ നിശ്ശബ്ദത. ദിവസവും ഒരു 15 മിനിറ്റ് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുക. ഫോണില്ല, മ്യൂസിക്കില്ല, ഒന്നും വേണ്ട. നിങ്ങൾ മാത്രം, നിങ്ങളുടെ ചിന്തകൾ മാത്രം. രാവിലെ നമ്മൾ ഫോൺ ഉപേക്ഷിച്ച് നേടിയ ആ ഒരു ക്ലാരിറ്റിയില്ലേ, അതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള സമയമാണിത്. ഓർക്കുക, വെറും 15 മിനിറ്റ് മതി. ഈ ചെറിയൊരു ശീലം നിങ്ങളുടെ മാനസികാരോഗ്യത്തിലുണ്ടാക്കാൻ പോകുന്ന മാറ്റം വളരെ വലുതായിരിക്കും. നിങ്ങളുടെ ജീവിതം അതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതുപോലെ നിങ്ങളുടെ ഉറക്കത്തെ സംരക്ഷിക്കുക. കാരണം നിങ്ങളുടെ റിക്കവറി ശരിക്കും അതിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. അവസാനത്തെ നിയമത്തിന്റെ പ്രാധാന്യം ഇതിലും നന്നായി പറയാൻ പറ്റില്ല. അതാണ് ദ ഷട്ട് ഡൗൺ എന്ന അവസാന നിയമം. ഉറങ്ങുന്നതിന് മുമ്പ് അന്നത്തെ ദിവസത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കുക, അടുത്ത ദിവസത്തേക്ക് തയ്യാറെടുക്കുക, എന്നിട്ട് സമാധാനമായി വിശ്രമിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിന് ഒരു ക്ലോഷർ നൽകും. നമ്മൾ ആദ്യം പറഞ്ഞ നൈറ്റ് സ്ട്രാറ്റജി നടപ്പിലാക്കാൻ സഹായിക്കുകയും ചെയ്യും. പലരും വിചാരിക്കുന്നത് വലിയ മാറ്റങ്ങളൊക്കെ വരാൻ വർഷങ്ങളെടുക്കുമെന്നാണ്. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ്. മാറ്റത്തിന് വർഷങ്ങളൊന്നും വേണ്ട. വേണ്ടത് ഇത്രമാത്രം: 7 ദിവസത്തെ കഠിനമായ സ്ഥിരത. ഇത് സമയത്തിന്റെ കളിയല്ല, ആ 7 ദിവസങ്ങളിൽ നിങ്ങൾ എത്രത്തോളം ഫോക്കസ്ഡ് ആയിരിക്കുന്നു എന്നതിലാണ് കാര്യം. അതുകൊണ്ട് പിന്നെ ആവാം എന്ന് വിചാരിച്ചിരിക്കേണ്ട, ഇപ്പോൾ തന്നെ തുടങ്ങുക.